ട്രംപിനെ വിശ്വസിക്കരുതായിരുന്നു. പുതിയ പണി എന്താണെന്നറിയോ? പുതിയ പണിയൊന്നുമല്ല, ഉള്ള പണി തന്നെയാണ്. ട്രംപ് പറഞ്ഞു റഷ്യൻ്റെ കയ്യിൽ നിന്ന് ഓയിൽ വാങ്ങാൻ പാടില്ല. അത് കേട്ടതും ഇന്ത്യ റഷ്യൻ്റെ കയ്യിൽ നിന്ന് ഓയിൽ വാങ്ങുന്നത് കുറച്ചു. ആ റഷ്യൻ ഓയിലിനൊരു പ്രത്യേകത ഉണ്ട്. സാധാരണ ക്രൂഡ് ഓയിലിനേക്കാളും വില കുറഞ്ഞ രീതിയിലാണ് ആ റഷ്യൻ ഓയിൽ ഇന്ത്യക്ക് കിട്ടുന്നത്. പക്ഷേ ട്രംപ് എന്ത് ചെയ്തു? അവിടെ ഒരു മുടക്കുണ്ടാക്കി. ഇന്ത്യനോട് പറഞ്ഞു റഷ്യൻ്റെ കയ്യിൽ നിന്ന് ഓയിൽ വാങ്ങാൻ പാടില്ല, വാങ്ങിക്കഴിഞ്ഞാൽ അതിൻ്റെ പണി വേറെ കിട്ടുമെന്ന്. നീ ഒന്നും പണയണ്ട. ഇന്ത്യ എന്ത് ചെയ്തു? റഷ്യൻ്റെ കയ്യിൽ നിന്ന് ഓയിൽ വാങ്ങുന്നത് കുറച്ചു. പക്ഷേ ഇങ്ങനൊരു യുദ്ധം വരുന്നോ അല്ലെങ്കിൽ ക്രൂഡ് ഓയിൽ കിട്ടാത്തൊരവസ്ഥ വരുന്നോ ആർക്കും മുൻകൂട്ടി കാണാനോ പ്രവചിക്കാനോ ഒന്നും പറ്റൂലല്ലോ. പക്ഷെ യുദ്ധം വന്നപ്പോൾ ഇന്ത്യക്ക് പണിയാറ്റി. റഷ്യ പറഞ്ഞു ഇനി ഡിസ്കൗണ്ട് റേറ്റിൽ ഇന്ത്യക്ക് ഓയിൽ കൊടുക്കണ പരിപാടിയില്ല, അത് നിർത്തിയേക്കാം. പക്ഷെ പാകിസ്ഥാന് റഷ്യ ഡിസ്കൗണ്ട് റേറ്റിൽ ക്രൂഡ് ഓയിൽ കൊടുക്കേണ്ട, അത് വേറെ കാര്യം. ട്രംപ് അങ്ങനെ പറഞ്ഞില്ല, ഇന്ത്യ അത് ഫോളോ ചെയ്യില്ല എന്ന് കരുതുക. ഈ സമയത്ത് പെട്രോളിനും ഡീസലിനും ഇത്രയും വില കൂടില്ലായിരുന്നു. ഈ ട്രംപ് കാരണം അങ്ങനെ ഒരു ഉപകാരം കൂടിയും ഇന്ത്യക്ക് കിട്ടി.